തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ സമരത്തിൽ പോലീസ് മൗനം പാലിച്ചുവെന്ന് കുറ്റപ്പെടുത്തി ഹൈക്കോടതി. പോലീസ് കമ്മീഷണറോട് വിശദീകരണം തേടി. വിശദാംശങ്ങളുമായി ഷബന സിയാദുണ്ട്. ഷബന, എന്താണ് പശ്ചാത്തലം? കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നഗരത്തിൽ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു ആക്ഷേപം ഉയരുകയും അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്ത് കോർപ്പറേഷന്റെ മുന്നിലായിരുന്നു ഈ സമരം നടന്നത്. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഹൈക്കോടതി സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഈ വിഷയം കോടതി ഇന്ന് ഉന്നയിച്ചത്. ഇത്തരത്തിൽ സമരം നടത്തുന്നത് അനുവദിക്കാനാവില്ല. കാരണം കോർപ്പറേഷന്റെ അടുത്തുള്ള ഫുട്പാത്ത് കയ്യേറിയാണ് സമരം നടത്തിയത്. പോലീസ് ഈ ഫുട്പാത്ത് കയ്യേറി സമരം നടത്തുമ്പോൾ മൗനം പാലിക്കുകയായിരുന്നു എന്നായിരുന്നു കോടതിയുടെ കുറ്റപ്പെടുത്തൽ. സമാധാനപരമായ സമരങ്ങൾക്ക് കോടതി എതിരല്ല. എന്നാൽ നിയമലംഘനം നടത്തിയുള്ള സമരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഇത് സംബന്ധിച്ച് പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും കോടതി നിർദ്ദേശം നൽകി. ഈ സമരം നടക്കുമ്പോൾ ഈ ഫുട്പാത്ത് കയ്യേറുകയും അത്തരത്തിൽ ഫുട്പാത്ത് കയ്യേറുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പോലീസിന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും പോലീസ് അതിൽ ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചില്ല. ഇത് കോടതി വീഡിയോ കോളിലൂടെ, അതായത് വാട്സപ്പ് വീഡിയോ കോളിലൂടെ പരിശോധിക്കുകയും അത് ഈ സമരം നേരിട്ട് കാണുകയും ചെയ്തു എന്നാണ് കോടതി പറയുന്നത്. ഇത്തരത്തിലുള്ള സമരങ്ങൾ അനുവദിക്കാനാവില്ല. ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശരി, ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.